ടീച്ചർക്ക് അനുകൂലമായി സംസാരിച്ചെങ്കിൽ ഞങ്ങൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകില്ലായിരുന്നു. കാരണം അവൻ അത്രയും ടോർച്ചർ ചെയ്തിട്ടെന്നാണ് പറയുന്നത്. ഞാൻ പോയി തലേദിവസം പോയി സംസാരിച്ച് വിഷയമാക്കണ്ട പറഞ്ഞു, ഇനിയൊരു പ്രശ്നമാക്കണ്ട, കുട്ടികൾ തമ്മിൽ പ്രശ്നമാക്കണ്ട, ഇത് വലിയ വിഷയമില്ലല്ലോ പറഞ്ഞ് സംസാരിച്ച് വന്ന കാര്യങ്ങളാണ്. പിന്നെയും ആ ടീച്ചർ മുൻവൈരാഗ്യത്തോടെ പെരുമാറി നിൽക്കുന്ന കുട്ടികൾ ഇത് പറഞ്ഞുള്ള അറിവാണ്. ആ ടീച്ചർ അത്രയും ജെന്യൂൻ ആണെങ്കിൽ അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇന്ന് പോയിട്ട് ആശുപത്രിയിൽ ഇന്നലെ പോയിട്ട് അഡ്മിറ്റിൽ ആവില്ലായിരുന്നു. ഇവിടെ ഈ ചടങ്ങിനെങ്കിലും വന്ന് നിൽക്കണ്ടായിരുന്നു. നമുക്ക് അതൊക്കെയാണ് വിഷമം. ഇവിടെ വന്ന് കുട്ടികളും അവരുടെ പാരൻ്റ് അടക്കം പറയുന്ന ടീച്ചർക്ക് അത്രയും മോശമായിട്ടുള്ള വാക്കുകൾ പറയുന്നത്. അതാണ് നമ്മൾ ഇത്രയും വിഷയമൊക്കെ കാരണം അതുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ പ്രശ്നമുണ്ട്. ആ ടീച്ചർ ജെന്യൂൻ ആയിരുന്നുവെങ്കിൽ അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇന്ന് അഡ്മിറ്റ് ആവില്ലായിരുന്നു, ആശുപത്രി അഡ്മിറ്റ് ആവില്ലായിരുന്നു. അവരുടെ എന്താ പറയുക, നിയമപരമായിട്ട് അവർ അത്രയും എല്ലാം ഒരു 15 വയസ്സായ കുട്ടിയോട് സംസാരിക്കേണ്ട വാക്കുകളല്ല ഒരു 50 വയസ്സായ ഒരാളോടും 15 വയസ്സായ കുട്ടിയോടും ഒരേപോലെ സംസാരിച്ച് അർത്ഥമില്ല. ഞാൻ ആ സ്കൂളിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഇവരോട് നമുക്കൊന്നും പറയാനില്ല. കാരണം നമ്മുടെ ഒന്നും ജനറേഷനല്ല അവരുടെ ജനറേഷൻ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വിഷയമാക്കണ്ട. ആ കുട്ടികളെ കാണുമ്പോൾ നമുക്കൊന്നും പറയാനില്ലാത്ത കൊണ്ട് നിങ്ങളിത് വിഷയമാക്കി അവരുടെ പാരൻറ്റിനെ അറിയിച്ച് അവർ വീട്ടിൽ പോയി അവർ തല്ലും വഴക്കാകും, അത് അവർ തമ്മിൽ വൈരാഗ്യമാകും, അല്ലെങ്കിൽ അവർക്ക് അതിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അതൊന്നും വേണ്ട പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ഞാനും വേറെ കുട്ടിയുടെ അമ്മയും കൂടി സംസാരിച്ച് വന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇത്രയും വിഷമം. പിന്നെ ആ ടീച്ചർ എന്തുകൊണ്ട് സംസാരിക്കും, കാരണം ആ ടീച്ചർ ഇല്ലാത്തതുകൊണ്ട് ആ ടീച്ചറുടെ പെർമിഷനോട് കൂടിയിട്ടാണ് മറ്റുള്ള ടീച്ചർമാർ സംസാരിച്ചത്. ഞാൻ എന്തുകൊണ്ട് ഇപ്പം ആ ടീച്ചർമാരെ കുറ്റം പറയുന്നത് എന്തുകൊണ്ട് വെച്ചാൽ നമ്മളെല്ലാം അവിടെ നിന്ന് സംസാരിച്ചാൽ ഇതൊരു വിഷയമാക്കണ്ട. ഇത് വിഷയമാക്കിയിട്ട് ആ കുട്ടികളെക്കുറിച്ച് ഇനി ചീത്ത പറയാനോ അല്ലെങ്കിൽ അവരെ വിളിപ്പിക്കാനോ സംസാരിക്കാൻ നിൽക്കേണ്ട പറഞ്ഞ് വന്നുകൊണ്ട് പിന്നെയും സംസാരിച്ചുകൊണ്ടാണ് ഇതാവുന്നത്. അവൻ അത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ട് നിനക്കെതിരെ കേസ് കൊടുക്കും, സൈബർ സെല്ലിൽ കേസ് കൊടുക്കും, നിന്നെ 1.5 വർഷം ജയിലിലിടും, അതെല്ലാം നിന്നെ 25,000 രൂപ ഫൈൻ അടപ്പിക്കും. ഒന്നാമത് ഞങ്ങളെല്ലാവരും അവനെ വഴക്ക് പറയുന്നുണ്ട്. നമ്മൾ ഏതൊരു കുട്ടിയും നമ്മൾ വഴക്ക് പറയാറുണ്ട്, ഈ വികൃതരം കാണിക്കേണ്ട, പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടത് എല്ലാം കൂടി ആ ടീച്ചറിൻ്റെ നമ്മൾ പറഞ്ഞ് വന്നിട്ടും പിന്നെ ആ ടീച്ചർ ചെയ്തില്ല, പീഡിപ്പിച്ചതാണ് പറയുന്നത്. ഇതെല്ലാം ഞങ്ങൾക്ക് കേട്ടറിവാണ്, കാരണം അവരുടെ സഹപാഠികൾ പറഞ്ഞുള്ള അറിവാണ്. നമ്മൾ ആ ടീച്ചറെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ടീച്ചർ അവിടെ ഇല്ല. ടീച്ചറെ അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആയിരിക്കണം. ഒരു നല്ലൊരു ടീച്ചറാണ്, നല്ലൊരു അധ്യാപികയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലായിരുന്നു. അതാണ് നമുക്ക് ഇത്രയും വിഷമം. അതുകൊണ്ടാണ്, കാരണം നമ്മൾ പറഞ്ഞ് വന്നിട്ടും പിന്നെ അവരെ ചെയ്തതിൽ ശരിയല്ല. നമ്മളിത് വിഷയമാക്കേണ്ട. ചെറിയ ചെറിയ കുട്ടികളാണ്, ഈ പ്രായത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇതെല്ലാം നമ്മൾ ആ രീതിക്ക് വിട്ടാൽ മതി പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ. എന്നിട്ട് എൻ്റെ മകനോട് ഞാൻ പറഞ്ഞിട്ട്, നീ ഇതൊന്നും അറിയിക്കേണ്ട, നീ ഇങ്ങനെ നിലയ്ക്ക് നിൽക്കില്ല, ഞാൻ നിന്നെ സ്കൂളൊക്കെ പിടിച്ച് മാറ്റിണ്ടാവേണ്ട അവനെ തമാശ പറഞ്ഞിട്ട് വന്നതാണ്. പിറ്റേ ദിവസം 10 മണി ഞാൻ വേണ്ടി സംസാരിച്ചാണ്, എന്താണ് വേണ്ടി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല മാം, എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ പറ്റില്ല, നീ അമ്മയോട് പറഞ്ഞു. പിറ്റേ ദിവസം രാത്രി 10 മണി സംസാരിച്ചിട്ട് നീ നാളെ സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ എനിക്ക് വാക്കുന്നതാണ്, മാമ ഞാൻ എല്ലാവരുടെ മുമ്പിൽ നല്ല രീതിക്ക് ജീവിച്ച് കാണിക്കാം, എന്നെ കുറ്റം പറഞ്ഞതിൻ്റെ മുമ്പിൽ എന്നെ കളിക്കുന്ന മുമ്പിൽ നല്ല രീതിക്ക് ജീവിച്ച് കാണിക്കിട്ട മാമ പറഞ്ഞ് എനിക്ക് വാക്ക് തന്നാണ്. ആ വാക്ക് തന്ന കുട്ടിയെ പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ കാണേണ്ട അവസ്ഥ നമുക്ക് വരുന്നത്. നമുക്ക് അത്രയും വിഷമം വേറെ ഒന്നുമില്ല. ആ ടീച്ചർ ജെന്യുവൻ ആയിരുന്നുവെങ്കിൽ ആ ടീച്ചർ ഒരിക്കലും ഒരു അധ്യാപികയും ചെയ്യാൻ പാടുള്ള കാര്യമാണ്. അവർ ഏതൊരു അധ്യാപികയും മക്കളുടെ ഭാവിക്ക് വേണ്ടി ചെയ്യുള്ളൂ. അവരെ വാക്ക് പറയുകയാണ് ശരി, ആരാണ് ശരി. ഒരു പാരൻറ്റ് ഒരു ടീച്ചർ ഒരിക്കലും അച്ഛനും അമ്മയും വാത്സല്യത്തോടെ പെരുമാറണ്ടേ, അല്ലാതെ ഒരു ക്രിമിനലോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു. കുട്ടികളെ മനസ്സിലാക്കിയിട്ട് പെരുമാറുന്നതാണ് അധ്യാപിക. നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അധ്യാപികമാർ. ഞങ്ങളും ഇതിനേക്കാളൊക്കെ വിക്രസ് കാണിച്ച് വന്നവരാണ്, ഇതിനേക്കാളൊക്കെ ഇത് ചെയ്ത് വന്നവർ. ഞാൻ കുട്ടികളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എൻജോയ് ചെയ്തോളൂ, ഇതൊക്കെ നിങ്ങളുടെ എൻജോയ് ചെയ്യേണ്ട ലൈഫാണ്. എൻ്റെ മകനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ എൻജോയ് ചെയ്തോ, നിൻ്റെ ലൈഫ് എൻജോയ് ചെയ്യേണ്ട സമയമാണ്. നീ അടിച്ച് പൊളിച്ചോ, പക്ഷേ നീ കാരണം ഒരാളും വേദനിക്കാൻ പാടില്ല. നിൻ്റെ വാക്കുകളുകൊണ്ട് നിൻ്റെ പറയത്തുള്ള ഒരാൾ ഞാൻ എല്ലാം 10 മണിക്ക് പറഞ്ഞു. ഇല്ല മാമ, എനിക്ക് വാക്ക് തന്നെയാണ്. ഇല്ല മാമ, എനിക്ക് ഒരിക്കലും എന്നെ കളിയാക്കിയതിൻ്റെ മുമ്പിൽ, എന്നെ കുറിച്ച് പറഞ്ഞ മുമ്പിൽ ഞാൻ നല്ലതിലേക്ക് ജീവിച്ച് കാണിക്കട്ടെ മാമ പറഞ്ഞാണ്. ആ പറഞ്ഞു തീർത്ത് വന്നാൽ പിന്നെ ആ ടീച്ചർ മുൻവൈരാഗ്യത്തോടെ അല്ലെങ്കിൽ ഒരു പറഞ്ഞോട്ടെ, ടീച്ചർമാർ പറഞ്ഞോട്ടെ, അവനെ സംസാരിച്ചോട്ടെ. ആ 4 കുട്ടികളെ ഞങ്ങൾ പോയിട്ട് ഒരാളുടെ മുമ്പിലല്ലേ മാറ്റി നിർത്തി സംസാരിച്ച്, മക്കളെ ഞങ്ങൾ ചെയ്യാൻ പാടില്ല, അത് ചെയ്യുന്നത് ശരിയല്ല, അവരെ മാറ്റി നിർത്തി അതുപോലെ ചെയ്യാമായിരുന്നു. എല്ലാം അവരുടെ സഹപാഠികൾ പറഞ്ഞുള്ള അറിവാണ്. ആ ടീച്ചർ ജെന്യുവൻ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. അത്ര നമുക്ക് ഇതുള്ളൂ.